മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് ജയറാം പാർവതി. 1992 ഇവരുടെ വിവാഹം. ഇവരുടേത് പ്രണയ വിവാഹമായിരുന്നു. കാളിദാസനും മാളവികയുമാണ് മക്കൾ. മലയാള തനിമയുള്ള നായികാ വേഷങ്ങളിൽ തിളങ്ങിയ പാർവതിയെ മലയാളി പ്രേക്ഷകർ സ്വന്തം മകളെ പോലെയാണ് സ്വീകരിച്ചതും. അതുകൊണ്ട് തന്നെ ഇവരുടെ കുടുംബവിശേഷങ്ങളെല്ലാം അറിയാനായി മലയാളി പ്രേക്ഷകർ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നതും. ഇന്ന് മലയാളത്തിലെ ഏറ്റവും മാതൃകാ ദമ്പതികൾ എന്ന വിശേഷണവും ഇവർക്ക് സ്വന്തമാണ്. എന്നാൽ ഇപ്പോൾ താരദമ്പതികൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്ന ചിത്രവും അതിനെതിരായി വന്ന കമന്റുകളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലെ മലയാളികളുടെ ബോഡി ഷേമിംഗ് പൊതുവെ കുപ്രസിദ്ധമാണ്. ഓരോ വ്യക്തികളുടെയും സ്വകാര്യ ഇഷ്ടങ്ങളിലേക്ക് അതിക്രമിച്ചു കയറിയാണ് ആളുകൾ ഇത്തരം കമന്റുകൾ ഇടുന്നത്. ഇത്തരം കമന്റുകളെ വിമർശിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു അഭിഭാഷക രംഗത്ത് വന്നിട്ടുണ്ട്. അവരുടെ കുറിപ്പാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. പാർവതി ഷുഗർ പേഷ്യൻ്റാണ് എന്ന് തോന്നുന്നുവെന്നും എന്തോ മരുന്നൊക്കെ കഴിച്ച് തടി കുറയ്ക്കാൻ നോക്കിയതാണെന്നും കുറച്ചുകൂടി കഴിഞ്ഞാൽ ടൈറ്റാനിക്കിലെ കഥ പറയുന്ന അമ്മുമ്മയെ പോലെയാകും എന്നുള്ള രീതിയിലുള്ള കമന്റുകളാണ് ഈ ചിത്രത്തിന് താഴെ വന്നത്. ഇതിനെതിരെയുള്ള കുറിപ്പാണ് ഇപ്പോൾ വൈറലായി മാറിയത്. താനിപ്പോൾ 30കളുടെ തുടക്കത്തിലാണെന്നും അതുകൊണ്ട് തന്നെ തനിക്ക് ഒരുപാട് ശാരീരികമായും മാനസികമായും മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നും അതുപോലെ മറ്റാർക്കും മാറ്റങ്ങൾ ഉണ്ടാകാമെന്നുമാണ് കുറിപ്പിൽ പറയുന്നത്. താരദമ്പതികളായ ശ്രീ ജയറാമിനും പാർവതിയും ഫോട്ടോയ്ക്ക് താഴെ വന്ന കമന്റ് വായിച്ചിട്ടാണ് ഞാൻ ഈ കുറിപ്പ് എഴുതുന്നത്. ഈ ഫോട്ടോയ്ക്ക് താഴെ നെഗറ്റീവ് കമന്റ് ഇട്ടവർക്കൊക്കെ എന്താണ് പ്രശ്നമെന്നും സ്വന്തം പങ്കാളിക്കോ മക്കൾക്കോ കുടുംബത്തിലുള്ളവർക്കോ സുഹൃത്തുക്കൾക്കോ ആണ് ഈ പറയുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ വന്നതെങ്കിൽ ആളുകൾ ഇങ്ങനെയാണോ പ്രതികരിക്കുന്നതെന്നും കുറിപ്പിൽ ചോദിക്കുന്നു. തടി കുറയുമ്പോൾ സ്കിൻ സാഗി ആകുന്നത് അത്ര പുതുമയുള്ള കാര്യമൊന്നുമല്ല. എന്തെങ്കിലുമൊക്കെ എഴുതി ബോഡി ഷേമിംഗ് നടക്കുന്നവർ ഓർക്കുക, ആർക്കും ഒരു തളർച്ച വരാൻ അധികം നിമിഷമൊന്നും വേണ്ട എന്നും കുറിപ്പിൽ പറയുന്നു.